ലോകത്തിന്റെ ഏത് കോണിന് പോയാലും ആടെ ഒരു മലയാളി ഉണ്ടാവും. ഇതാണ് അശ്വിന്, കോഴിക്കോടുകാരനാണ്. നമ്മളെ ഓക്ക് കുറച്ച് സുഖമില്ലാണ്ടായി, പനി, ജലദോഷം, മൂക്കടപ്പ്, പിന്നെ ചെറിയൊരു സർജറി വേണം. അതായത് വണ്ടിക്ക് സർവീസ് ചെയ്യണം കേട്ടോ. ഇപ്പം ഏകദേശം 58,000 കിലോമീറ്റർ ആയി. നമ്മൾ 6ാമത്തെ സർവീസ് ആയത്. നമ്മൾ രണ്ടാളും കൂടി ഇടാം എൻജിൻ ഓയിൽ വാങ്ങിക്കാൻ പോകുന്നത്. സൈഡ് ബ്ലൂ 30 സിന്തറ്റിക്. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇനിയിപ്പോൾ ശൂന്യാകാശത്ത് പോയാലും അവിടെ ചായ വെക്കാൻ ഒരു മഴയിലുണ്ടാവും. അങ്ങനെ ഞാൻ അവസാനം അർമേനിയിൽ വന്നപ്പോൾ ഇതാ 2 മലയാളികൾ. അശ്വിൻ്റെതാണ് ഈ കാണുന്ന അർമേനിയിലെ ഗാരേജ്. മൂപ്പര് ഡോക്ടറാവും പഠിക്കാൻ പറ്റും. അവസാനം ഡോക്ടറായി വണ്ടിൻ്റെ ഡോക്ടറായി പോയി. അപ്പോൾ ഇനി നാട്ടിലെവിടെയാ? മണ്ണാർക്കാട്. അപ്പോൾ ഇവരാണ് കേട്ടോ നമ്മളെ വണ്ടി. എടാ ഇനി കോളാക്കൂലാണ് ജഗതി ചോദിച്ച പോലെ, ദിസ് ഈസ് എ കാർ. നീ പണി അറിയാത്ത ഒരു പണിക്കാരൻ. എടാ എൻജിൻ ഔട്ട് കംപ്ലീറ്റ് ആവില്ലല്ലോ. ഇല്ല നമുക്ക് നോക്കാം, അതൊന്ന് സെറ്റാക്കുമായിരിക്കും. This is a car. What the hell are you doing here? We are doing a car. K&K Automobiles. Continental Exporters for proprietor and mechanic ready. Car engine out completely. റൊണാൾഡോ ഒന്ന് വേഗം ചെയ്യൂ. റൊണാൾഡോ മെയ്ദിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇപ്പൊ ശരിയായി തരാം. ആ വീടിന് കൈ അങ്ങോട്ട് മാറി. മറ്റേ നീ ഓട്ടയാക്കിട്ടാ. ഒരുത്തനോട് ഇതിന്റെ ടിന്ന് പൊളിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് ചെറിയ കുട്ടികള് മൂത്രിക്കുന്ന പോലുണ്ടാണ്. ഇത് ഞാൻ ഇന്ത്യയിലെത്തിയാലും ഇതിന്റെ ഓയില് പുറത്തേക്ക് വരില്ല കേട്ടോ. നല്ല തണുപ്പുള്ളപ്പോഴേ നിങ്ങൾ മാറ്റണ്ടോ? ഇപ്പൊ 5W30 മതിയില്ലേ? യുഎഇന്ന് ഇറങ്ങുമ്പോ ദുബായിന്ന് ഔത്താർ ഗാരേജിൽ നിന്ന് ഞാൻ എന്റെ വണ്ടിന്റെ സർവീസ് ചെയ്യിപ്പിച്ചത്. അപ്പൊ മാലിക്കാണ് നമ്മളെ വണ്ടിന്റെ പണിയിലെടുത്തത്. അങ്ങനെ ഇതാ നമ്മൾ ഈ വണ്ടിന്റെ ഫുള്ള് പണികൾ ഇന്നിവർ തീർത്ത് കഴിഞ്ഞ് നമ്മൾ 58,000 കിലോമീറ്റർ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടാണ്. ഏകദേശം 6ാമത്തെ നമ്മളെ സർവീസ് ആയത്. അപ്പോൾ പെട്രോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ 6 ലിറ്റർ ഓയിലാന്ന് വാങ്ങിയത്. അതിൽ 5 ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയും തിരിച്ചു കൊടുത്തിട്ട് സ്ഥിരം മലയാളി പരിപാടി, ബാക്കി പൈസ വാങ്ങിക്കണം. പിന്നെ ഫിൽറ്റേഴ്സ് എല്ലാം നമ്മൾ ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുള്ളൂ. കാരണം ഇനി അങ്ങോട്ടേക്ക് ചൈന തന്നെ 1 മാസം ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിൽറ്റേഴ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി എത്തിച്ചേരാൻ ഒരു മലയാളിനെയും ഒരാളെയും കിട്ടൂല. കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ യാത്രയിൽ ഇപ്പം ഇത് അർമേൻ എൻ്റെ 14ാമത്തെ രാജ്യമായിട്ടാണ്. ഈ 14ാമത്തെ രാജ്യത്തും ഞാൻ മലയാളികളെ കണ്ട്. നമ്മൾ മലയാളികൾ എവിടെ പോലും ഭയങ്കര ഹെൽപ്പാണ്.